ബ്രോ വെറും നോക്കിയിട്ട് കാര്യമില്ല, ഒരുത്തർ നോക്കാൻ പോകല്ലേ. അണ്ണൻ വർഷത്തിൽ ഒരു പടമെങ്കിലും അഭിനയിക്കണം. അണ്ണൻ വർഷത്തിൽ ഒരിക്കലും അഭിനയിക്കണം. വിജയ് നല്ല സിനിമയാണ്. വിജയുടെ ഫാൻസിന് അടിപൊളി. പ്രത്യേകിച്ചൊന്നുമില്ല, ബോറടിയായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യമേ ഇറങ്ങിപ്പോകാൻ നിന്നതാ, പിന്നെ ഞാൻ സഹിച്ചിരുന്നു, ഇനി പറ്റത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നെഗറ്റീവായിട്ട് തോന്നിയില്ല. കൊള്ളാം, നല്ല മൂവിയാണ്. കുഴപ്പമില്ല, പോരെ പോരെ, ഒട്ടും കൊള്ളില്ല കേട്ടോ. പടം ബോറാണ്, പോരാ കൊള്ളില്ല, ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബോർ സിനിമയാണ് വിജയുടെ. ബ്രോ വെറും 150 രൂപ കല്ല്. വെറും നോക്കിയിട്ട് കാര്യമില്ല, ഒരുത്തർ നോക്കാൻ പോകല്ലേ. മടുപ്പ. ക്ലൈമാക്സ് പോരാ. അതായത് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, പക്ഷേ ക്ലൈമാക്സ് വിചാരിച്ച എൻ്റെ തിറങ്ങിയില്ല. കുഴപ്പമില്ല, വലിയ ഇതല്ല. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അണ്ണൻ വർഷത്തിൽ ഒരു പടമെങ്കിലും അഭിനയിക്കണം. അണ്ണൻ വർഷത്തിൽ ഒരിക്കലും അഭിനയിക്കണം. വിജയ് നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ട്. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല പെർഫോമായിരുന്നു, നല്ലതായിരുന്നു പടം. കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല പടം, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല പടം. അവസാനം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതർവൈസ് ഓക്കെ. വിജയുടെ ഫാൻസിന് അടിപൊളി. കൊള്ളത്തില്ല ബ്രോ. കൊള്ളാം, തിരക്കേടില്ല. നല്ല ബ്രോ, സൂപ്പറായി, വിസിൽ പോടി. കുഴപ്പമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ബോറടിയായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല സിനിമ, അടിപൊളിയാണ്, നല്ല സിനിമയാണ്. എടുത്തു പറഞ്ഞ വിജയുടെ പെർഫോമൻസ്, യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, നല്ല ക്ലൈമാക്സും നല്ല സ്റ്റൈലിഷാണ്. നല്ല സ്റ്റൈലായിട്ട് നല്ല മൂമെൻറ്റ്സ് ഉണ്ട്, നല്ല സെൻസിറ്റീവ് മൂമെൻറ്റ്സ്, സെൻസേഷൻ മൂമെൻറ്റ്സ് ഉണ്ട്. നല്ല വിജയുടെ സ്റ്റൈൽ കൊള്ളാം, എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂ ആണ്. പിന്നെ വിജയുടെ ഡബിൾ റോള് അടിപൊളിയാണ്. കൊള്ളായിരുന്നു, കണ്ടിരിക്കാൻ നല്ല കൊള്ളായിരുന്നു. പാട്ടൊരിച്ച് ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. പിന്നെ പടത്തിന് ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഹിൻ്റെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അതിൻ്റെയൊന്നും വലിയ ആവശ്യമില്ലായിരുന്നു. വിജയ ഒരു ആറാട്ടമായിരുന്നു. വിജയുടെ എല്ലാം പടത്തിൻ്റെ കുറേ ഹിൻ്റെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ല, വിജയൻ്റെ കുറേ സ്റ്റൈലുകളോ എല്ലാം അതിലുണ്ടായിരുന്നു. പിന്നെ അവസാനം ഒരു ഇതിൽ തന്നെ കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വിജയൻ്റെ ഏറ്റവും അവസാനത്തെ 2 പടമില്ലേ, ഉണ്ട് നല്ല കൊള്ളായിരുന്നു, കണ്ടിരിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. പടം കൊള്ളാം. വെങ്കട് പ്രഭു സാറ് നല്ല വേറെ ലെവലിൽ തന്നെ എടുത്തിരിക്കുന്നു. ട്വിസ്റ്റൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഇൻ്റർവൽ ബ്ലോക്ക് കൊള്ളാം. ഇടയ്ക്ക് ഫൈറ്റും മ്യൂസിക്കൊക്കെ ഫസ്റ്റ് ഹാഫിലെ വന്ന് ചെറിയ ലാഗുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വെടിക്കെട്ടാണ്. വിജയ് സാറിൻ്റെ പെർഫോമൻസ് അറിയാമല്ലോ. അപ്പോൾ ഇനി ഒരു പടം കൂടെ കണ്ടേ ഉള്ളൂ. പക്ഷേ പടം കൊള്ളാം, ഇഷ്ടപ്പെട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയാം, ഇഷ്ടപ്പെട്ടു. ഒരു ഫാൻ ബേസ് കട്ട സാറ് അന്ന് വെങ്കട് പ്രഭു സാറ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ കട്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ആണ്. ലിയോ കുറച്ചും കൂടി ബെറ്ററാണ് പടം. ഇതും കുഴപ്പമില്ല. സത്യം പറയാലോ, മൂവി പോരാ. കാരണം എന്നുവെച്ചാൽ ഒട്ടും പോരാ. ഭയങ്കര ഒരു ലാഗും ഇതല്ല. ലിയോ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അയ്യോ, സത്യം പറയാലോ, ഞാൻ ഇറങ്ങി വന്നതാ മടുത്തിട്ട്. ഒരു ഇതും ഇല്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഫേസിൻ്റെ ഒരു ഇത് ചെയ്തിട്ടില്ലേ, അതൊന്നും അങ്ങ് വർക്കൗട്ടായിട്ടേ ഇല്ല. പിന്നെ എന്തോ ഒരു ഇതിനു വേണ്ടി ചെയ്ത് വെച്ചൊരു മൂവി പോലെ എനിക്ക് തോന്നിയത്. ലൈക്ക് ഒരു സ്റ്റോറിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വിജയ് മൂവി എന്നുള്ള രീതിയിൽ ചെയ്ത് വെച്ചേക്കുക. ലിയോ കണ്ടിട്ട് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനാണ് തോന്നുന്നത്. ആദ്യമേ ഇറങ്ങിപ്പോകാൻ നിന്നതാണ്, പിന്നെ ഞാൻ സഹിച്ചിരുന്നു, ഇനി പറ്റത്തില്ല, അതുകൊണ്ട് ഇറങ്ങി വന്നതാണ് ബ്രോ. 3 മണിക്കൂറൊന്നും ഒന്നുമില്ല. ഒരു 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറിൽ തീർക്കാനുള്ള പടം ലാഗ് അടുപ്പിച്ച് അങ്ങ് നിർത്തിയേക്കുക. ഒന്നുമില്ല പറയാൻ ബ്രോ, ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ പറയാൻ. പടം ഓടും, കാരണം വിജയുടെ പടം വേണ്ട എന്തായാലും ഉറപ്പായിട്ട് ഓടും. അത് കളക്ഷനൊക്കെ നേടും. പക്ഷേ പടം സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല ബ്രോ. അതാ ആക്ഷൻ സീൻസ് യൂഷ്വൽ ഒരു വിജയ് മൂവിയിലെ ഇത് തന്നെ. അത് എല്ലാം നമ്മൾ വിജയ് പടത്തിൽ കാണുന്ന ഇത് ഒരു വെറൈറ്റി ഒന്നുമില്ല. എല്ലാ മൂവിയിലും കാണുന്ന ഒരു ഇത് തന്നെയാണ്.